എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 400 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് 1.5 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. 400 ഗ്രാം കണ്ടൻസ് മിൽക്കും എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടൻസ് മിൽക്കിനകത്ത് മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 50 ഗ്രാം കശുവണ്ടി പരിപ്പ്, 50 ഗ്രാം ഉണക്കമുന്തിരിങ്ങ, ഒരു 25 ഗ്രാം ജൗവരി. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. നെയ്യ് വേണം. നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നു. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉരുളി തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുക്കണം. നമ്മുടെ മുന്തിരിങ്ങ ഇതുപോലെ നല്ലോണം പൊങ്ങി വരും. നമുക്ക് പെട്ടെന്ന് എടുക്കാം. നമുക്ക് ഈ നെയ്യ് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജൗവരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജൗവരി മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ജൗവരിയും വറുത്ത് കഴിഞ്ഞു. നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ സേമിയ വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജൗവരി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലൊന്ന് കാച്ചിയെടുക്കുകയും വേണം, ജൗവരി ഒന്ന് വേവിച്ചെടുക്കുകയും വേണം. നമ്മളൊരു സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ജൗവരി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ജൗവരി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെർമസിലി എല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ 2 കപ്പ് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ജൗവരിയും ആ വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെർമസിലിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് തിളച്ചാൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജൗവരിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അവിടെ പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സേമിയക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളച്ച പാല് നമ്മുടെ സേമിയക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാട കിട്ടും. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ. ഞാൻ നോക്കിയായിരുന്നു, മധുരം കുറവാണ്. നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇളക്കി നമുക്കൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. നമ്മുടെ സേമിയ പായസം എല്ലാം തയ്യാറായിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതൊന്ന് താഴെ ഒന്ന് എഴുതി അറിയിക്കുക. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.